സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ ആനക്കാംപൊയിൽ ഭാഗത്താട്ടോ. ഞാൻ നിൽക്കുന്ന ഭാഗത്താണ് നമ്മുടെ മേപ്പാടി കള്ളാടി തുരങ്കം വന്ന് ചേരുന്നത്. അല്ലെങ്കിൽ ആ ഒരു മേപ്പാടി ഭാഗത്ത് നിന്ന് തുരങ്കം വന്നിട്ട് ഈ ഒരു ആനക്കാംപൊയിൽ, കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിലെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടാണ് തുരങ്കം വരുന്നത്. ഇവിടെ ഒരു പാലം വരും കേട്ടോ. കുറച്ചപ്പുറത്ത് ഒരു അടിപൊളി സ്പോട്ട് ഉണ്ട്, അവിടെ ഒരു പാലം വരും. അപ്പൊ ഇതിലൂടെയാണ് നമ്മുടെ തുരങ്കപ്പാത, വയനാട് തുരങ്കപ്പാത കടന്നു പോകുന്നത്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായിട്ട് കേരള സർക്കാരിന് ഒരു ദീർഘവീക്ഷണം. എന്തായാലും 8 കിലോമീറ്ററിലധികം നീളമുള്ള ഒരു ഇരട്ട തുരങ്കമാണ്. പിന്നെ അതേപോലെ അതിൻ്റെ അപ്പുറത്തും 4 വരി റോഡ് ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് പണിയുള്ളത് കൊണ്ട് ഏകദേശം ഒരു 5-6 വർഷമെടുക്കും പണി കഴിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഈ ഒരു പദ്ധതി കൊണ്ടുവന്ന സംസ്ഥാന സർക്കാരിന് അഭിനന്ദനങ്ങൾ. കാരണം ഒരുപാട് കാലമായിട്ട്, ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഈ ഒരു തുരങ്കപ്പാത. താമരശ്ശേരി ചുരം അല്ലെങ്കിൽ താമരശ്ശേരിയിലുള്ള വയനാട് ചുരം വഴിയുള്ള ഗതാഗത കുരുക്കിന് പരിഹാരമായിട്ട് പുതുതായി വരുന്ന ഈ ഒരു തുരങ്കപ്പാത. ഇതാട്ടോ മാർക്കിങ്ങും കാര്യങ്ങളും നോക്കിയാണ്. TH T14. ഇതൊക്കെ ഈ മരങ്ങളൊക്കെ മുറിക്കാനുള്ളതാട്ടോ. അതിനൊക്കെ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് എല്ലാത്തിനും നമ്പർ ഇട്ടിട്ടുണ്ട്. അവിടെയൊക്കെയാണ് S19 ഫുൾ സെറ്റ് എല്ലാം മുറിക്കാനുള്ളതാണ്. നേരെ അവിടെ ഒരു പുഴയുണ്ട്. ആ പുഴയിലേക്ക് കുറുകെ ഒരു പാലം നിർമ്മിക്കും, നേരെ ഒരു തുരങ്കും. ഓക്കെ, ഈ റോഡൊക്കെ വലുതാക്കാൻ കേട്ടോ. റോഡൊക്കെ ചെറിയ റോഡുകളാണ്, ചെറിയ റോഡുകൾ ഒക്കെ വലുതാക്കി സംഭവം ഉഷാറാക്കാണ്ട്